ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്നലെ ഞാൻ ലൈവിൽ ചെന്നപ്പോൾ ഒരാളോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു 2025 എന്ന്. അപ്പോൾ ആളെന്നോട് പറഞ്ഞു 2025 അടിപൊളിയായിരുന്നു, 2026 അതിലും അടിപൊളിയായിരിക്കുമെന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോഴുണ്ടല്ലോ എനിക്കങ്ങ് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. എല്ലാവരും ഒന്ന് ഇതുപോലെ പറയുമല്ലോ, 2025 ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ നമ്മുടെ പരാജയങ്ങൾ മാത്രമല്ലേ നമ്മൾ ഓർക്കുകയുള്ളൂ, വിഷമങ്ങളൊക്കെ അല്ലേ നമ്മൾ ഓർക്കുകയുള്ളൂ. നമ്മളുടെ സന്തോഷങ്ങളൊക്കെ ഓർക്കൽ ഭയങ്കര കുറവാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും 2026 അടിപൊളിയാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ 10 കൊച്ചു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ കാര്യം, സന്തോഷത്തോടെ ആയിരിക്കാൻ ശ്രമിക്കുക. ഇതാണ് ആർക്കും പറ്റാത്ത ഒരു കാര്യം. എല്ലാവരും എപ്പോഴും എത്ര സന്തോഷമുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളൊക്കെ മനസ്സിനുള്ളിലുണ്ടാവും. അപ്പോൾ ഓർക്കുക, സങ്കടങ്ങളോ വിഷമങ്ങളോ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഒന്നും ഇല്ലാത്തവരായിട്ട് ആരും ഈ ലോകത്തിലില്ല. ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ സങ്കടങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളുടെ വിഷമങ്ങളെയും നമ്മളുടെ ദുഃഖങ്ങളെയൊക്കെ പരമാവധി മറക്കാൻ ശ്രമിച്ചുകൊണ്ട് നമ്മളുടെ ഭയങ്കര രോഗികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊന്നും ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുക, അയ്യോ എനിക്ക് അങ്ങനെയാണല്ലോ, എനിക്ക് ഇങ്ങനെയാണല്ലോ, എനിക്കിതുപോലെ പ്രശ്നങ്ങളുണ്ടല്ലോ, എൻ്റെ ചുറ്റിലുള്ള ആൾക്കാർക്കൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്, എൻ്റെ പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ പ്രശ്നങ്ങളോ ദുഃഖങ്ങളോ ഒന്നും ഇല്ലാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ നമ്മളുടെ സന്തോഷത്തിൻ്റെ താക്കോല് നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മളുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക, നമ്മളുടെ പ്രശ്നങ്ങളെയും നമ്മളുടെ വിഷമങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, അതുപോലെ തന്നെ എനിക്കും ഉണ്ട്. അതൊക്കെ അങ്ങ് ചുമ്മാ ദൈവത്തിനങ്ങ് സമർപ്പിച്ചേക്കുക. ചുമ്മാ അങ്ങ് ദൈവം എടുത്തുകൊണ്ടൊന്നും പോകത്തില്ല കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് തന്നെ ദൈവം ഓരോരുത്തരെയും മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ സങ്കടങ്ങളെയും നമ്മളുടെ പ്രശ്നങ്ങളെയൊക്കെ പരമാവധി അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പരമാവധി ഓരോ നിമിഷവും നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും സന്തോഷത്തോടെ ആയിരിക്കാൻ ശ്രമിക്കുക. ഒരുപാടങ്ങ് സങ്കടം വരുമ്പം പറ്റുമെങ്കിൽ ഒരു തമാശ വീഡിയോ എങ്കിലും ഒന്ന് കണ്ട് ഒന്ന് ചിരിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ചിരിക്കാൻ ശ്രമിക്കുക, ചിരി പടർത്താൻ ശ്രമിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ പരമാവധി സന്തോഷത്തോടെ ആയിരിക്കാൻ ശ്രമിക്കുക, ചിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് സന്തോഷം പകർന്നു കൊടുത്താലോ. വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റിലുള്ളത്. നമ്മൾക്ക് ചില ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മിണ്ടാനൊന്നും തോന്നത്തില്ല. അവരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്, അവരോടൊന്നും മിണ്ടണ്ട എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അവരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ച് സുഖമാണോന്നെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ചിലപ്പം ഭയങ്കര സന്തോഷം തോന്നിയേക്കാം. ചിലപ്പോൾ അവരുടെ വിഷമങ്ങളൊക്കെ ഒന്ന് മറക്കാൻ ചിലപ്പോൾ ആ ഒരു വാക്ക് മതിയാകും. കാരണം എന്നോടൊന്ന് സുഖമാണോ എന്ന് ചോദിക്കാൻ, എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്കാവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് കൂടി സന്തോഷം കൊടുക്കാൻ ആയാൽ അതൊരു വലിയ പുണ്യം തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, ആരോഗ്യം ശ്രദ്ധിക്കുക. ആരോഗ്യം ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാരും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന ആൾക്കാരാണ്. പക്ഷേ ചില ആൾക്കാർ ഓവറായിട്ട് ശ്രദ്ധ പുലർത്തുന്ന ആൾക്കാരാണ്. അങ്ങനെ ഓവറായിട്ട് ശ്രദ്ധ പുലർത്തി അവസാനം വലിയ വലിയ രോഗങ്ങൾ വരുത്തി വെക്കുന്ന ആൾക്കാരും ഉണ്ട്. എന്നാൽ ഒട്ടും ശ്രദ്ധിക്കാത്ത ആൾക്കാരും ഉണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഭക്ഷണത്തിൻ്റെ കാര്യം എന്ന് പറയുമ്പം പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡ്സ് ഒക്കെ പരമാവധി ഒഴിവാക്കി വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ പരമാവധി കഴിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ പുറത്ത് പോയി കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി പരമാവധി വീട്ടിൽ നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ ജങ്ക് ഫുഡ്സൊക്കെ പരമാവധി ഒഴിവാക്കുക. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക. അതുപോലെ ശരിയായ ഉറക്കം, ശരിയായ വ്യായാമം എല്ലാം ചെയ്യുക. ഇങ്ങനെ പരമാവധി നമുക്കാവുന്ന രീതിയിൽ ആരോഗ്യം ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുമ്പം, പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പ്രാർത്ഥിച്ചേക്കുക. ഭൂരിഭാഗം ആൾക്കാരും പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ്. ഒട്ടും പ്രാർത്ഥിക്കാത്ത ആൾക്കാർ വളരെ കുറവാണെന്ന് തോന്നുന്നു. ദൈവവിശ്വാസം ഇല്ലാത്തവർ, പ്രാർത്ഥിക്കാത്ത ആൾക്കാർ ഓക്കെ. പക്ഷേ പ്രാർത്ഥിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ടല്ലോ. എപ്പോഴും ആരാധനാലയങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നവർ, ആരാധനാലയങ്ങളിൽ പോകാൻ പറ്റാത്തവർ വീട്ടിലിരുന്നിട്ടാണെങ്കിലും മനസ്സിലാണെങ്കിലും നമ്മൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. അപ്പം നമ്മളുടെ ചുറ്റിലുമുള്ള എല്ലാ മനുഷ്യർക്കും നമ്മളെപ്പോലെ തന്നെ പ്രശ്നങ്ങളും വിഷമങ്ങളും
സങ്കടങ്ങളും ആകുലതകളും ഒക്കെ ഉള്ളവരാണ്. അപ്പം മറ്റുള്ളവരെ കൂടി നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മളെ മാത്രം ഉൾപ്പെടുത്താതെ മറ്റുള്ളവരെ കൂടെ ഉൾപ്പെടുത്തുമ്പോൾ ദൈവം അതിനനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ നമുക്കും തരുന്നെന്ന് ഓർക്കുക. അഞ്ചാമത്തെ കാര്യം, നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മുടെ ഒരു വാക്ക് മതിയാവാം ഒരാളുടെ ജീവൻ അവസാനിപ്പിക്കാനും, അതുപോലെ തന്നെ നമ്മളുടെ ഒരു വാക്ക് മതിയാവാം ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരാളെ തിരികെ ജീവനിലേക്ക് കൊണ്ടുവരാനും. അതുകൊണ്ട് പരമാവധി എല്ലാവരോടും സ്നേഹത്തോടും സൗമ്യതയോടും പെരുമാറാൻ ശ്രമിക്കുക. എന്നാൽ എപ്പോഴും സ്നേഹത്തോടെ സൗമ്യതയോടെ ഇരിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾക്ക് ദേഷ്യപ്പെടേണ്ട ഒരവസ്ഥയൊക്കെ വന്നേക്കാം. അപ്പോൾ ആ സമയത്ത് ദേഷ്യപ്പെടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. ആറാമത്തെ കാര്യം, തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ തെറ്റ് തിരുത്താനും ശ്രമിക്കുക. നമ്മളോട് തെറ്റ് ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് എന്തായാലും ദേഷ്യമേ തോന്നുകയുള്ളൂ. പക്ഷെ ചിലപ്പോൾ ആ ഒരു തെറ്റായിരിക്കാം നമ്മളും അവരും തമ്മിലുള്ള ഒരു അകൽച്ചയ്ക്ക് കാരണമാകുന്നത്. ചിലപ്പോൾ അങ്ങനെ ചില തെറ്റുകളിലൂടെ ആയിരിക്കാം നമുക്ക് അവരെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നതും. പക്ഷെ എന്തൊക്കെയായിരുന്നാലും നമ്മൾക്ക് എത്രമാത്രം അവരോട് ദേഷ്യം തോന്നിയാലും പരമാവധി ആ ദേഷ്യത്തെ ഒന്ന് ശമിപ്പിക്കാൻ ശ്രമിക്കുക. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ അവരുടെ തെറ്റ് ഒന്ന് തിരുത്തി കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാവരുടെയും തെറ്റുകളൊന്നും നമുക്ക് തിരുത്തി കൊടുക്കാൻ പറ്റത്തില്ല. ചിലവരോട് അവർ ചെയ്തത് തെറ്റാണ്, ഇനി ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മളുടെ കാര്യം പോക്കായിരിക്കും. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും തെറ്റ് തിരുത്താൻ ശ്രമിക്കുക. ഏഴാമത്തെ കാര്യം, സഹായം ചെയ്യുക. നമ്മൾക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിരിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് നമ്മുടെ സഹായവും ആവശ്യമാണെന്ന് ഓർക്കുക. നമ്മൾ വിചാരിക്കും, നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, നമുക്കെല്ലാം ഉണ്ട്, നമ്മളെല്ലാം കൊണ്ടും തൃപ്തരാണ്. പക്ഷേ എപ്പോഴാണ് മറ്റുള്ളവരെ കൊണ്ട് നമുക്കൊരു സഹായം ആവശ്യമായി വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റിലുള്ളവർക്കും നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സഹായം വേണ്ടി വന്നേക്കാം. അപ്പോൾ അതിൽ നിന്നൊന്നും കണ്ണടയ്ക്കാതെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്കൊന്ന് ചെയ്തു കൊടുത്താൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ. എട്ടാമത്തെ കാര്യം, സമയം പാഴാക്കാതിരിക്കുക. ആർക്കും ഒട്ടും സമയമില്ല, ഒന്നിനും സമയമില്ല. പക്ഷേ എല്ലാവർക്കും ഉണ്ടല്ലോ ആവശ്യത്തിലേറെ വിശ്രമിക്കാനോ ആവശ്യത്തിലേറെ സമയം കൂട്ടുകാരുടെ കൂട്ടത്തിൽ പങ്കിടാനോ ആവശ്യത്തിലേറെ സമയം സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ഉണ്ട്. ഇങ്ങനെ ആവശ്യത്തിനല്ലാതെ ചുമ്മാ സമയം പാഴാക്കിയിരിക്കുന്ന കുറച്ചെങ്കിലും ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ ചുറ്റിലുമൊക്കെ ഒരുപാട് ഒട്ടും സമയം കിട്ടാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെയുണ്ട്. അവരെയൊക്കെ ഒന്ന് സഹായിക്കാൻ പറ്റിയാൽ അതൊരു നല്ല കാര്യമല്ലേ. നമ്മളുടെ ജീവിതത്തിൽ എന്തുമാത്രം സമയം ഇനിയും മുന്നോട്ടുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഓരോ നിമിഷവും നമുക്ക് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുള്ളതുപോലെ നമുക്ക് തോന്നൂലേ. ഒമ്പതാമത്തെ കാര്യം, സാമൂഹ്യ പ്രവർത്തകരോടാണ്. നല്ല കാര്യമാണ്. സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പൊതുപ്രവർത്തനങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. ഇത് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ എന്നാലും ചില സാമൂഹ്യ പ്രവർത്തകരെങ്കിലും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കിട്ടുന്ന കാശോ മറ്റെന്തെങ്കിലുമൊക്കെ സ്വന്തം കൈക്കലാക്കാൻ സ്വന്തം പോക്കറ്റിലാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതിനിയും തുടരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വേറൊരു കാര്യം, ഈ സാമൂഹ്യ പ്രവർത്തകരെ നിങ്ങളിടയ്ക്കെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലേക്കും കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നല്ലതായിരിക്കും. കാരണം ചില സാമൂഹ്യ പ്രവർത്തകരെങ്കിലും അവരുടെ കുടുംബത്തിൽ നടക്കുന്നത് എന്താണ്, അവരുടെ കുടുംബത്തിലുള്ളവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, അവർ സമൂഹത്തിലുള്ള ബുദ്ധിമുട്ടുകളും സമൂഹത്തിൻ്റെ ആവശ്യവുമൊക്കെ ഇവർക്ക് അറിയാമായിരിക്കാം. പക്ഷേ സ്വന്തം കുടുംബത്തിലെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും അറിയില്ലാത്ത സാമൂഹ്യ പ്രവർത്തകരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് ഇടയ്ക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലേക്കും കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കുക. പത്താമതായിട്ട്, സമ്പത്തിൻ്റെ വിനിയോഗം. എല്ലാ ആൾക്കാരും സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞു നടക്കുന്നവരാണ്. പക്ഷേ പല ആൾക്കാർക്കും സമ്പത്തിൻ്റെ വിനിയോഗം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ എങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോകുന്നു, എങ്ങനെ എനിക്ക് സൂക്ഷിക്കാൻ പറ്റുന്നു, അപ്പോൾ അതിനൊക്കെ പറ്റിയ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ആരുടെ അടുത്ത് നിന്ന് ചോദിച്ച് എങ്ങനെ സമ്പത്തിൻ്റെ വിനിയോഗം നടത്തണം, എങ്ങനെ എനിക്ക് കാശ് സൂക്ഷിക്കാൻ പറ്റും എന്നൊക്കെ. അപ്പം എവിടെന്നെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഓരോ ഐഡിയാസ് കിട്ടി നിങ്ങൾക്ക് പരമാവധി പറ്റുന്ന രീതിയിൽ കാശ് സൂക്ഷിക്കാൻ ശ്രമിക്കുക. അതുപോലെ ആവശ്യമില്ലാത്ത രീതിയിൽ ആവശ്യമില്ലാതെ
ചുമ്മാ കാശ് കളയാതെ ഇരിക്കുക. സമ്പത്തിന് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പോലും വലയുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും ദൈവം ഒന്ന് കണ്ണടച്ചാൽ മതി എല്ലാം ഇല്ലാതെയാകാൻ. അതുകൊണ്ട് സമ്പത്ത് സൂക്ഷിച്ച് വിനിയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ കൊച്ചു കൊച്ചു ഐഡിയാസ്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാവർക്കും 2026 അടിപൊളിയാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ ബൈ.